Hi everyone, welcome to today's class. നമ്മൾ പഠിക്കാൻ പോകുന്നത് evolution theories ആണ്. There are so many theories related to evolution. നിങ്ങൾക്ക് പഠിക്കാനുള്ളത് മെയിൻ ആയിട്ടും ലാമാർക്കിസം, ഡാർവിനിസം ആൻഡ് നിയോ ഡാർവിനിസം. ഇതിനകത്തെ ലാമാർക്കിസം നമുക്ക് ഫസ്റ്റ് നോക്കാം. This theory was proposed by the scientist Lamarck. ഈ തിയറിയെ നമ്മൾ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടേഴ്സ് എന്നുള്ള പേരിലും കൂടെ വിളിക്കാറുണ്ട്. ലാമാർക്കിസം ഓർ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടേഴ്സ്. എന്താണ് അക്വയർഡ് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ബൈ ബർത്ത് നമുക്കില്ലാത്ത നമ്മുടെ ലൈഫ് ടൈമിൽ നമ്മൾ അക്വയർ ചെയ്യുന്ന ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ അക്വയർഡ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദി ട്രാൻസ്ഫർ ഓഫ് ക്യാരക്ടേഴ്സ് ഫ്രം പേരൻസ് ടു യങ് വൺസ്. ഓക്കെ, ഇനി ലാമാർക്കിസത്തിന്റെ മെയിൻ ആയിട്ടുള്ള പോസ്റ്റുലീസ് അല്ലെങ്കിൽ കോൺസെപ്റ്റ്സ് നമുക്ക് പോകാം. നമുക്കറിയാം there may be changes in the environment of every organism. അല്ലെ, നമ്മൾ ചുറ്റും നോക്കുമ്പോൾ ഓർഗാനിസത്തിന്റെ ചുറ്റിനുള്ള എൻവയോൺമെന്റിൽ ഡേ ബൈ ഡേ ചേഞ്ചസ് നടക്കുന്നുണ്ട്. സോ ദ ഓർഗാനിസംസ് നീഡ് ടു അഡാപ്റ്റ് ടു ദ ചേഞ്ചിങ് എൻവയോൺമെന്റ്. അഡാപ്റ്റേഷൻ വന്നെങ്കിൽ മാത്രമേ അവർക്ക് ആ ന്യൂ എൻവയോൺമെന്റിൽ സർവൈവ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, സോ ഡ്യൂറിങ് ദിസ് ചേഞ്ച് ഇൻ ദ എൻവയോൺമെന്റ് ദ ഓർഗാനിസംസ് യൂസസ് certain organs or does not use some organs. അതായത് ഈ ചേഞ്ചിങ് എൻവയോൺമെന്റിന് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി ഓർഗാനിസംസ് എന്ത് ചെയ്യും? ചില ഓർഗൻസ് അവർ കൂടുതലായിട്ട് യൂസ് ചെയ്യും, ചില ഓർഗൻസ് അവർ വളരെ കുറച്ച് മാത്രമേ യൂസ് ചെയ്യുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? ദ യൂസ്ഡ് ഓർഗൻസ് ബിക്കം മോർ സ്ട്രോങ്ങർ ആൻഡ് ദ അൺയൂസ്ഡ് വൺസ് ബിക്കം വീക്കർ. അല്ലെ, എത്രത്തോളം നമ്മളൊരു ഓർഗൻ യൂസ് ചെയ്യുന്നുണ്ടോ അത് കൂടുതൽ സ്ട്രോങ്ങർ ആയിട്ട് മാറും. അതേപോലെ നമ്മൾ ഏത് ഓർഗനാണോ യൂസ് ചെയ്യാതിരിക്കുന്നത് അത് ഗ്രാജുവലി വീക്കർ ആയിട്ട് മാറും. അങ്ങനെ ഈ ഓർഗാനിസത്തിന്റെ ബോഡിയിൽ എന്ത് സംഭവിക്കും? ന്യൂ ക്യാരക്ടേഴ്സ് വിൽ ബി ഡെവലപ്പിംഗ്. അല്ലെ, പുതിയതായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഓർഗാനിസത്തിന്റെ ബോഡിയിൽ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ബൈ ബർത്ത് അവർക്കില്ലാത്ത ക്യാരക്ടേഴ്സ് ആണ് ആൻഡ് ദീസ് ക്യാരക്ടേഴ്സ് ആർ അക്വയർഡ് ഡ്യൂറിങ് ദെയർ ലൈഫ് ടൈം. സോ വി ക്യാൻ കോൾ ദീസ് ന്യൂ ക്യാരക്ടേഴ്സ് ആസ് അക്വയർഡ് ക്യാരക്ടേഴ്സ്. പുതിയതായിട്ട് ലൈഫ് ടൈമിൽ ചേഞ്ചിങ് എൻവയോൺമെന്റ് കാരണം ഉണ്ടാവുന്ന പുതിയ ചേഞ്ചസിനെയാണ് നമ്മൾ അക്വയർഡ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അക്വയർഡ് ക്യാരക്ടേഴ്സ് എന്ത് സംഭവിക്കും? ദേ ക്യാൻ ബി ഇൻഹെറിറ്റഡ് ഫ്രം ദ പേരൻസ് ടു ദി യങ് വൺസ്. ഈ അക്വയർഡ് ക്യാരക്ടേഴ്സ് പാരൻസ് അവരുടെ നെക്സ്റ്റ് ജനറേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ കുറെ ജനറേഷൻ കഴിയുന്ന സമയത്ത് യങ് വൺസിൽ പാരൻസിൽ ഇല്ലാത്ത കുറെ ക്യാരക്ടേഴ്സ് ഉണ്ടാവും, അതായത് അക്വയർഡ് ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അങ്ങനെ കുറെ ജനറേഷൻ കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? there may be evolution. അങ്ങനെയാണ് ഇവല്യൂഷൻ നടക്കുന്നത് എന്നാണ് ലാമാർക്ക് പറയുന്നത്. അപ്പോൾ അക്വയർഡ് ക്യാരക്ടേഴ്സിനെ ഫോക്കസ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിന്റെ തിയറി. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ തിയറിയെ നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ് തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടേഴ്സ്. ഒരു എക്സാമ്പിൾ ആയിട്ട് അദ്ദേഹം പറയുന്നത് ഇലോങ്ങേഷൻ ഓഫ് ദ നെക്ക് ഓഫ് ജിറാഫ്. അദ്ദേഹം പറയുന്നത് ഇൻ ദ ഏർലിയർ ടൈം ജിറാഫ്സ് ഹാഡ് വെരി ഷോർട്ട് നെക്സ്. മുമ്പ് ജിറാഫിന് വളരെ ഷോർട്ട് നെക്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. കാരണം എന്തായിരുന്നു? ദേ യൂസ്ഡ് ടു ഫീഡ് ഓൺ ദി ഗ്രാസ് ഓൺ ദി ഗ്രൗണ്ട്. ഗ്രൗണ്ട് ലെവലിലുള്ള ഗ്രാസസിനെ ആയിരുന്നു ഏർലിയർ ഡേയ്സിൽ ജിറാഫ് ഫീഡ് ചെയ്തുകൊണ്ടിരുന്നു. പിന്നീട് എന്ത് സംഭവിച്ചു? ദർ ഹാഡ് എ സ്കേഴ്സിറ്റി ഓഫ് ഫുഡ്. അങ്ങനെ ഫുഡ് സ്കേഴ്സിറ്റി വന്ന സമയത്ത് അവർ എന്ത് ചെയ്തു? ഗ്രൗണ്ടിലെ ഗ്രാസസ് അവർക്ക് തികയാതെയായി. പിന്നെ അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് എന്ന് പറയുന്നത് അവിടെ കണ്ടിരുന്ന ടോൾ ട്രീസിന്റെ ലീവ്സ് ആയിരുന്നു. അപ്പൊ അവരെന്ത് ചെയ്തു? ദേ സ്റ്റാർട്ട് സ്ട്രെച്ചിങ് ദെയർ നെക്സ് ടു റീച്ച് ദി ടോൾ ട്രീസ്. അങ്ങനെ ടോൾ ട്രീസിലെ ലീവ്സ് കിട്ടാനായിട്ട് അവർ കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ നെക്ക് സ്ട്രെച്ച് ചെയ്യാൻ ആരംഭിച്ചു. അപ്പോൾ നെക്ക് സ്ട്രെച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ നെക്കിന്റെ കണ്ടിന്യൂസ് യൂസ് ആണ് ഇൻ ഓർഡർ ടു ഒബ്റ്റെയിൻ ദെയർ ഫുഡ്. അല്ലെ, അപ്പോൾ കണ്ടിന്യൂസ് യൂസ് ഓഫ് ഓർഗൻ, അതായത് നെക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ എന്ത് സംഭവിച്ചു? ഇറ്റ് വിൽ caused some changes in the muscles of the neck over generations. അങ്ങനെ കുറേ കാലം അവര് ഈ നെക്ക് സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞ്
ടോൾ ട്രീസിന്റെ ലീവ്സ് ഫോറേജിങ് നടത്തിയപ്പോൾ ഗ്രാജുവലി അവരുടെ നെക്ക് മസിൽസ് ഡെവലപ്പ് ചെയ്തു. അങ്ങനെ എന്ത് സംഭവിച്ചു? ഇലോങ്ങേറ്റഡ് നെക്ക് എന്ന് പറയുന്ന ഒരു അക്വയേർഡ് ക്യാരക്ടർ അവിടെ ഡെവലപ്പ് ചെയ്തു. അതായത് ഓൾറെഡി ഷോർട്ട് നെക്ക് ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അവരുടെ ലൈഫ് ടൈമിൽ ചേഞ്ചിങ് ഹാബിറ്റ് വന്നു. എന്തായിരുന്നു ചേഞ്ചിങ് ഹാബിറ്റ് എന്ന് പറയുന്നത്? ഫുഡ് സ്കേഴ്സിറ്റി. അങ്ങനെ ഫുഡ് സ്കേഴ്സിറ്റി എന്നുള്ള കണ്ടീഷനിൽ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി അവർ അക്വയർ ചെയ്ത ക്യാരക്ടറാണ് ഇലോങ്ങേറ്റഡ് നെക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താ സംഭവിച്ചത്? ദ ലോങ് നെക്ക് വാസ് പാസ്ഡ് ഓൺ ടു ദി നെക്സ്റ്റ് ജനറേഷൻ. ഈ അക്വയേർഡ് ക്യാരക്ടേഴ്സ്, ലോങ് നെക്ക് എന്ന് പറയുന്ന അക്വയേർഡ് ക്യാരക്ടേഴ്സ് നെക്സ്റ്റ് ജനറേഷനിലേക്ക് അവര് ട്രാൻസ്മിറ്റ് ചെയ്തു. അപ്പൊ ഈ പ്രോസസ്സിന് നമുക്ക് എന്ത് വിളിക്കാം? ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയേർഡ് ക്യാരക്ടേഴ്സ്. അങ്ങനെ കുറെ ജനറേഷൻസ് കഴിഞ്ഞപ്പോൾ ജിറാഫിന്റെ നെക്ക് എന്തായിട്ട് മാറി? ലോങ് ആയിട്ട് മാറി. ഓക്കെ, അപ്പൊ ഓൾറെഡി ഷോർട്ട് നെക്ക് ആയിട്ടുള്ള ജിറാഫിൽ നിന്നും ലോങ് നെക്കുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ജിറാഫ് ഇവോൾവ് ചെയ്തു. അപ്പൊ ഇവിടെ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? ചേഞ്ചിങ് എൻവയോൺമെന്റിന് അഡാപ്റ്റ് ചെയ്യാനായി അവരുടെ ലൈഫ് ടൈമിൽ അവർ കുറെ അക്വയേർഡ് ക്യാരക്ടേഴ്സിനെ ഗെയിൻ ചെയ്യുന്നു. ഈ അക്വയേർഡ് ക്യാരക്ടേഴ്സിനെ അവരുടെ നെക്സ്റ്റ് ജനറേഷനിലേക്ക് അവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അങ്ങനെ കുറെ ജനറേഷൻസ് കഴിയുമ്പോൾ പുതിയ ലോങ് നെക്കുള്ള ജിറാഫ് ഇവോൾവ് ചെയ്യുന്നു. ഇതാണ് തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയേർഡ് ക്യാരക്ടേഴ്സിന് ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ആയിട്ട് ലാമാർക്ക് സൈറ്റ് ചെയ്തത്. ഇനി അന്നത്തെ കാലത്ത് കുറച്ചു കാലമൊക്കെ ഈ ലാമാർക്കിന്റെ തിയറി എക്സിസ്റ്റ് ചെയ്തു. പക്ഷെ പിന്നീട് ഈ ഒരു തിയറിക്ക് ഒരുപാട് ഡ്രോബാക്സ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് കണ്ടുപിടിച്ചു. എന്തൊക്കെയായിരുന്നു ലാമാർക്ക് തിയറിയുടെ മെയിൻ ആയിട്ടുള്ള ഡ്രോബാക്സ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ്? ഫസ്റ്റ് വൺ, ദർ വാസ് നോ എക്സ്പെരിമെന്റൽ പ്രൂഫ്. അല്ലെ, സയൻസിൽ നമുക്കറിയാം, നമ്മൾ ഒരു കാര്യം വിശ്വസിക്കണമെങ്കിൽ നമുക്ക് സോളിഡ് ആയിട്ടുള്ള പ്രൂഫ് കൊടുക്കണം. അതായത് ലാമാർക്ക് പറഞ്ഞത് അക്വയേർഡ് ക്യാരക്ടേഴ്സ് ഇൻഹെറിറ്റ് ചെയ്യപ്പെടുമെന്നാണ്. പക്ഷെ ഇതിന് പ്രൂഫ് ഒന്നും ഉണ്ടായിരുന്നില്ല. അക്വയേർഡ് ക്യാരക്ടേഴ്സ് എല്ലാ ജനറേഷനിലും ഇൻഹെറിറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതിന് പ്രൂഫ് ഉണ്ടായിരുന്നില്ല. അടുത്തതോ, അക്വയേർഡ് ക്യാരക്ടേഴ്സ് ആർ നോട്ട് ഇൻഹെറിറ്റഡ്. അല്ലെ, അക്വയേർഡ് ക്യാരക്ടേഴ്സിന് ഒരിക്കലും ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് ഇൻബോൺ ക്യാരക്ടേഴ്സ് മാത്രമേ ഇൻഹെറിറ്റ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ അക്വയേർഡ് ക്യാരക്ടേഴ്സ് ഇൻഹെറിറ്റ് ചെയ്യണമെങ്കിൽ അത് നമ്മുടെ ജീൻസിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാക്കണം. അപ്പൊ നമുക്ക് മനസ്സിലായി അക്വയേർഡ് ക്യാരക്ടേഴ്സ് കനോട്ട് ബി ഇൻഹെറിറ്റഡ്. ഇനി തേർഡ് വൺ എന്ന് പറയുന്നത്, ലാമാർക്കിന്റെ തിയറി അല്ലെങ്കിൽ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് വെറും അസംഷനെ ബേസ് ചെയ്തിട്ടായിരുന്നു. അതായത് സിംപ്ലി ഒബ്സർവേഷൻ ആൻഡ് ഇമാജിനേഷൻ, ഇതിനെ ബേസ് ചെയ്തിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ തിയറി അദ്ദേഹം പ്രൊപ്പോസ് ചെയ്തത്. അല്ലാതെ ഹി ഫെയിൽഡ് ടു പ്രൊവൈഡ് സയന്റിഫിക് പ്രൂഫ്. സയന്റിഫിക് ടെസ്റ്റിംഗ് ഒന്നും തന്നെ ഇല്ലാതെ വെറുതെ ഒബ്സർവേഷൻ ആൻഡ് ഇമാജിനേഷൻ, ഇതിന്റെ ബേസിലായിരുന്നു ലാമാർക്കിസം അദ്ദേഹം പ്രപ്പോസ് ചെയ്തത്. ഇനി റിജക്റ്റഡ് ബൈ മോഡേൺ ജെനറ്റിക്സ്. ലാമാർക്കിന്റെ തിയറിയെ മോഡേൺ ജെനറ്റിക്സ് കംപ്ലീറ്റ് ആയിട്ട് റിജക്ട് ചെയ്യുന്നു. കാരണം എന്താണ്? നമുക്കറിയാം, ഈച്ച് ആൻഡ് എവറി ക്യാരക്ടർ ഇസ് കൺട്രോൾഡ് ബൈ ജീൻസ്. അല്ലെ, ജീൻസ് ആണ് ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത്, അല്ലാതെ ഒരു ഓർഗന്റെ യൂസ് ആൻഡ് ഡിസ്യൂസ് എന്ന് പറയുന്ന കോൺസെപ്റ്റേ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇറ്റ് വാസ് റിജക്റ്റഡ് ബൈ ദി മോഡേൺ ജെനറ്റിക്സ്. ഇനി അടുത്തത് എന്താണ്? ഇറ്റ് ഡസ് നോട്ട് അപ്ലൈ ടു ഓൾ ഓർഗാനിസം. നമുക്ക് എല്ലാ ഓർഗാനിസത്തിലും ഈ ഒരു തിയറി അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ജിറാഫിന്റെ കേസിൽ ഇറ്റ്സ് ഓക്കെ, അല്ലാതെ പ്ലാന്റ്സിലും ലോവർ ആനിമൽസിലും ഒന്നും തന്നെ യൂസ് ആൻഡ് ഡിസ്യൂസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതൊക്കെയായിരുന്നു ലാമാർക്കിസത്തിന്റെ ഡ്രോബാക്സ്. അപ്പൊ എന്ത് സംഭവിച്ചു? ലാമാർക്കിസത്തിന്റെ ഡ്രോബാക്സ് നമ്മൾ നോട്ടീസ് ചെയ്തതോടുകൂടി കുറച്ചു കാലത്തിന് ശേഷം അടുത്ത തിയറി നിലവിൽ വന്നു. ദാറ്റ് ഇസ് കോൾഡ് ആസ് ദി ഡാർവിനിസം ഓർ ദ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ. ഡാർവിൻ കുറച്ചുകൂടി നമുക്ക് കൺവിൻസിങ് ആയിട്ടുള്ള രീതിയിൽ നാച്ചുറൽ ഒബ്സർവേഷനും എവിഡൻസും എല്ലാം ചേർത്താണ് അദ്ദേഹത്തിന്റെ ഡാർവിനിസം അല്ലെങ്കിൽ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ പ്രൊപ്പോസ് ചെയ്തത്. ചാൾസ് ഡാർവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഹി വാസ് ആക്ച്വലി എ ബ്രിട്ടീഷ് നാച്ചുറലിസ്റ്റ്. ഓക്കെ, അദ്ദേഹം HMS ബീഗിൾ എന്ന് പറയുന്ന ഷിപ്പില് ഗാലപാഗോസ് ഐലൻഡില് ഒരു 5 years വരെ നടത്തിയ ഒബ്സർവേഷൻ ആണ് ഈ ഡാർവിനിസം പ്രപ്പോസ് ചെയ്യാനായിട്ട് അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്തത്. ഓക്കെ, ഗാലപാഗോസ് എന്ന് പറയുന്ന വളരെ ചെറിയൊരു ഐലൻഡിൽ ഒരുപാട് വർഷക്കാലം അദ്ദേഹത്തിന് നേച്ചറിനെ ഒബ്സർവ് ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ ഗാലപാഗോസ് ഐലൻഡ്സിൽ അദ്ദേഹത്തിന്റെ അറ്റൻഷൻ
ഗ്രാബീത ഒരു ഗ്രൂപ്പ് ഓഫ് ബ്ലാക്ക് ബേർഡ്സ് ഉണ്ടായിരുന്നു. ദേ ആർ കോൾഡ് ഡാർവിൻസ് ഫിഞ്ചസ്. സ്മോൾ ബ്ലാക്ക് ബേർഡ്സ് ആണ്. അപ്പോൾ ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ they are similar in all their features except their beaks. സ്മോൾ ബ്ലാക്ക് ബേർഡ്സ് ആണ്, എല്ലാ ഫീച്ചേഴ്സും സെയിം, പക്ഷേ അവരുടെ ബീക്സ് മാത്രം എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അദ്ദേഹത്തിന് വളരെ ക്യൂരിയോസിറ്റി തോന്നി, എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ബീക്സ് മാത്രം ഡിഫറെൻ്റ് ആയിട്ടുള്ള ബേർഡ്സ് ഇവിടെ കാണുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ ഒബ്സർവേഷൻ നിന്നും അദ്ദേഹത്തിന് മനസ്സിലാക്കിയതാണ് ദി ആൻസസ്റ്റർ ഫിഞ്ചസ് ദേ ഹാഡ് ആക്ച്വലി സീഡ് ഈറ്റിംഗ് ടൈപ്പ് ഓഫ് ബീക്ക്. നമുക്കറിയാം ബേർഡ്സിന്റെ ബീക്ക് എന്ന് പറയുന്നത് അവരുടെ ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലെ. ഏത് ടൈപ്പ് ഫുഡാണ് കഴിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഷേപ്പിലുള്ള ബീക്കായിരിക്കും അവർക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ഒരു ഓർഗാനിസത്തിന്റെ അല്ലെങ്കിൽ ബേർഡ്സിന്റെ ബീക്കിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇറ്റ് മസ്റ്റ് ബി അക്കോർഡിംഗ് ടു ദി ഫുഡ് ദേ ആർ ഹാവിങ് അല്ലെ. അവർ യൂസ് ചെയ്യുന്ന ഫുഡിനനുസരിച്ചിട്ടുള്ള ഷേപ്പുള്ള ബീക്കായിരിക്കണം അവർക്ക് വേണ്ടത്. അങ്ങനെ ഈ ഫിഞ്ചസിലുള്ള ഒബ്സർവേഷൻ വഴി അദ്ദേഹം നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്തു. അതായത് ഒരു ഓർഗാനിസത്തിന് ഏത് ട്രീറ്റ് ആണ് അപ്പിയർ ചെയ്യേണ്ടത് എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ആരാണ്? ഇറ്റ് ഇസ് ആക്ച്വലി നേച്ചർ. അപ്പൊ അദ്ദേഹം ഓരോ എൻവയോൺമെന്റിലും ചേഞ്ചിങ് എൻവയോൺമെന്റിലും ഏത് ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യപ്പെടണം എന്നുള്ളത് തീരുമാനിക്കുന്നത് നേച്ചർ ആണെന്ന് കണ്ടുപിടിച്ചു. അങ്ങനെ അദ്ദേഹം നമുക്ക് പ്രൊവൈഡ് ചെയ്ത ഒരു ടേം ആണ് നാച്ചുറൽ സെലക്ഷൻ. അങ്ങനെ അദ്ദേഹത്തിന്റെ വർക്കുകളെല്ലാം കഴിഞ്ഞ് അദ്ദേഹം ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്ന ഒരു പബ്ലിക്കേഷൻ ഉണ്ടാക്കി ഇൻ 1859. ഇതിലാണ് അദ്ദേഹം തിയറി ഓഫ് ഇവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷൻ എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഡാർവിന്റെ ഈ ഒബ്സർവേഷൻ ഗാലപാഗോസ് ഐലൻഡ്സിൽ അദ്ദേഹത്തിന്റെ ഒബ്സർവേഷനും അതിനുശേഷം അദ്ദേഹം പ്രപ്പോസ് ചെയ്ത തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷനും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അന്നത്തെ കാലത്ത് പബ്ലിക് ഏറ്റവും കൂടുതൽ ആക്സെപ്റ്റ് ചെയ്ത തിയറി ആയിരുന്നു അദ്ദേഹത്തിന്. അപ്പോൾ നമുക്ക് ഡാർവിൻസ് ഫിഞ്ചസിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ഡാർവിൻസ് ഫിഞ്ചസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ ഗ്രൂപ്പ് ഓഫ് സ്മോൾ ബ്ലാക്ക് ബേർഡ്സ് ഹാവിങ് ഡിഫറെന്റ് ഷേപ്ഡ് ബീക്ക്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ ആൻസസ്ട്രൽ ഫിഞ്ചസ് അതിനുണ്ടായിരുന്നത് സീഡ് ഈറ്റിംഗ് ടൈപ്പ് ഓഫ് ബീക്സ് ആയിരുന്നു. അപ്പോൾ ഗാലപാഗോസ് എന്ന് പറയുന്നത് വളരെ സ്മോൾ ഐലൻഡ് ആണ്. അപ്പോൾ നാച്ചുറലി അവിടെ ഫുഡിന്റെ സ്കേഴ്സിറ്റി വരാം. ഫുഡിന്റെ സ്കേഴ്സിറ്റി വരുന്ന സമയത്ത് അവർക്ക് അവിടെ സർവൈവ് ചെയ്യണമെങ്കിൽ അവർ എന്ത് ചെയ്തേ പറ്റും? അവരുടെ ഫീഡിങ് ഹാബിറ്റ്സ് അവർ ചേഞ്ച് ചെയ്തേ പറ്റും. അപ്പോൾ അങ്ങനെ സീഡ് ഈറ്റിംഗ് എന്നുള്ളതിൽ നിന്നും അവര് പലതരത്തിലുള്ള ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫുഡ് അവർ കൺസ്യൂം ചെയ്യാൻ തുടങ്ങി. ഇൻസെക്ട്സ്, സീഡ്സ്, ഫ്രൂട്ട്സ്, കാക്ടസ്, അങ്ങനെ എന്ത് ഫുഡാണോ അവർ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള ബീക്ക് അവർക്ക് ഡെവലപ്പ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇവിടെ ഏത് ടൈപ്പ് ബീക്കാണ് ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത് അവിടെ സെലക്ട് ചെയ്തത് നേച്ചർ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഓരോ ചേഞ്ചിങ് എൻവയോൺമെന്റിലും അവിടെ എന്ത് വരുന്നുണ്ട്? നീഡ് ഫോർ അഡാപ്റ്റേഷൻ അല്ലെ. ആ ചേഞ്ചിങ് എൻവയോൺമെന്റിൽ സർവൈവ് ചെയ്യണമെങ്കിൽ അവർക്ക് ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള അഡാപ്റ്റേഷൻ വേണം. ഇവിടെ വന്ന ചേഞ്ചിങ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഫുഡ് സ്കേഴ്സിറ്റി ആയിരുന്നു. അപ്പോൾ ഉള്ള ഫുഡ് കൊണ്ട് അവർക്ക് അവിടെ സർവൈവ് ചെയ്യണമെങ്കിൽ അവരുടെ ബീക്കിൽ മോഡിഫിക്കേഷൻ വന്നേ പറ്റും. അങ്ങനെ ആൻസസ്റ്റർ ടൈപ്പ് സീഡ് ഈറ്റിംഗ് ബീക്കിൽ നിന്നും പല സൈസും ഷേപ്പുമുള്ള ഡിഫറെന്റ് ബീക്സ് ഡെവലപ്പ് ചെയ്തു. ഏതൊക്കെയായിരുന്നു അത്? തിക്ക് ആൻഡ് സ്ട്രോങ് ബീക്സ്. അതെന്തിനു ഹെൽപ്പ് ചെയ്തു? ഫോർ ക്രാക്കിംഗ് ഹാർഡ് സീഡ്സ്. പിന്നെ ലോങ് ആൻഡ് പോയിന്റഡ് ബീക്സ്. അതെന്തിനായിരുന്നു? ഫോർ പിക്കിംഗ് ഇൻസെക്ട്സ്. ഇനി അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് കർവ്ഡ് ബീക്സ് ആയിരുന്നു, ഫോർ ഈറ്റിംഗ് കാക്ടസ് ഓർ ഫ്രൂട്ട്സ്. അപ്പൊ ഇങ്ങനെ ഒരു കോമൺ ആൻസെസ്ട്രൽ ബീക്കിൽ നിന്നും അവരുടെ ഫുഡിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലേക്ക് അവരുടെ ബീക്സിന്റെ സൈസും ഷേപ്പും ചേഞ്ച് ചെയ്തു. ഓക്കെ, അപ്പൊ ഇവിടെ നാച്ചുറൽ സെലക്ഷൻ എന്നതാണ് മെയിൻ ഫാക്ടർ ആയിട്ട് ഈ ചേഞ്ചസിന് പുറകിൽ ആക്ട് ചെയ്തത്. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, നാച്ചുറൽ സെലക്ഷൻ ക്യാൻ ലീഡ് ടു ഫോർമേഷൻ ഓഫ് എ ന്യൂ സ്പീഷീസ്. പുതിയൊരു സ്പീഷീസിന്റെ ഫോർമേഷന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്ന പ്രോസസ് ആണെന്നാണ് ഡാർവിൻ പ്രൊപ്പോസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഗാലപാഗോസ് ഐലൻഡ്സിന്റെ ഒബ്സർവേഷനിൽ നിന്ന് നമുക്ക് വളരെ വാല്യുബിൾ ആയിട്ടുള്ള തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ പ്രൊപ്പോസ് ചെയ്യാനായിട്ട് ഡാർവിന് കഴിഞ്ഞു. ഓക്കെ, ഇനി ഡാർവിന്റെ തിയറി, ദാറ്റ് ഈസ് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷനിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ ടേംസ് ഉണ്ട്.
അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ഓവർ പ്രൊഡക്ഷൻ. അതായത് നമ്മുടെ നേച്ചറിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, എവറി ഓർഗാനിസം ഹാസ് എ ടെൻഡൻസി ടു പ്രൊഡ്യൂസ് മോർ നമ്പർ ഓഫ് ഓസ്പ്രിങ്സ്, അല്ലെ? ഒരുപാട് ഓസ്പ്രിങ്സിന് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ടെൻഡൻസി. പക്ഷെ ഒരിക്കലും ഇത്രയും നമ്പർ ഓഫ് ഓസ്പ്രിങ്സിന് നേച്ചറിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ആരായിരിക്കും ഈ ഒരു സമയത്ത് ഈ ഒരു കണ്ടീഷനിൽ അവിടെ സർവൈവ് ചെയ്യുന്നത്? ആരാണോ ആ ഒരു കോണ്ടസ്റ്റിൽ ഏറ്റവും ഫിറ്റസ്റ്റ് ആയിട്ടുള്ളത് അവർക്ക് മാത്രമേ അവിടെ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് കുറച്ച് സ്പീഷീസ് മാത്രം ആ കണ്ടീഷനിൽ ഫിറ്റസ്റ്റ് ആയിട്ട് മാറുന്നത്? ദേ ആർ ഹാവിങ് സം വേരിയേഷൻസ്. എന്താണ് ഈ വേരിയേഷൻസ് എന്ന് പറഞ്ഞാൽ? ദി ഡിഫറൻസസ് എക്സിബിറ്റഡ് ബൈ യങ് വൺസ് ഫ്രം ദെയർ പാരൻസ്. പാരൻസിൽ നിന്നും യങ് വൺസിന് കാണപ്പെടുന്ന ഡിഫറൻസസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വേരിയേഷൻസ്. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസത്തിലെ കുറച്ച് എണ്ണത്തിന് മാത്രം നമുക്ക് കുറച്ച് വേരിയേഷൻസ് കാണാൻ പറ്റും. ആ വേരിയേഷൻസ് എന്തിലൊക്കെ ആവാം? സൈസിലാവാം, കളറിലാവാം, സ്പീഡിലാവാം. ഓക്കെ, അപ്പൊ ഇതിലെ ഏത് വേരിയേഷൻ ആണോ ഇവിടെ ഫിറ്റസ്റ്റ് ആയിട്ടുള്ളത് അവരായിരിക്കും അവിടെ സർവൈവ് ചെയ്യും. കാരണം എന്താണ്? നമുക്കറിയാം, ഇൻ നേച്ചർ എവറി റിസോഴ്സസ് ലിമിറ്റഡ്, അല്ലെ? ഫുഡ്, സ്പേസ്, ഷെൽട്ടർ, ന്യൂട്രിയൻസ് എല്ലാ റിസോഴ്സസും തന്നെ നേച്ചറിൽ ലിമിറ്റഡ് ആണ്. സോ ദർ വിൽ ബി നാച്ചുറലി സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ബിക്കോസ് ഓഫ് ദി കോമ്പറ്റീഷൻ ബിറ്റ്വീൻ ദി മെമ്പേഴ്സ്. കാരണം പോപ്പുലേഷൻ വളരെ കൂടുതലാണ്, റിസോഴ്സസ് വളരെ ലിമിറ്റഡ് ആണ്. അപ്പൊ എന്തായാലും ലിമിറ്റഡ് റിസോഴ്സസിന് വേണ്ടി മെമ്പേഴ്സ് തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ടാവും. ഓക്കെ, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ തേർഡ് ടേം. ഈ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസിൽ ഈ വേരിയേഷൻസ് ബെനഫിഷ്യൽ ആയിട്ടുള്ളവർ മാത്രം ഫിറ്റസ്റ്റ് ആയിരിക്കും. അതായത് ഒരു ഗ്രൂപ്പ് ഓർഗാനിസത്തിൽ വേരിയേഷൻസ് വരുമെന്ന് പറഞ്ഞു. ഈ വേരിയേഷൻസ് ആ ഓർഗാനിസത്തിന് ആ പെർട്ടിക്കുലർ കണ്ടീഷനിൽ ഫേവറബിൾ ആണെങ്കിൽ എന്ത് സംഭവിക്കും? നേച്ചർ വിൽ സെലക്ട് ദാറ്റ് വേരിയേഷൻസ്. അങ്ങനെ നേച്ചർ ആ വേരിയേഷൻസിനെ സെലക്ട് ചെയ്യും. ആൻഡ് ദാറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ആർ ആക്ടിങ് ആസ് ദി ഫിറ്റസ്റ്റ് വൺസ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ കണ്ടീഷൻ. ഈ പുതിയ കണ്ടീഷനിൽ ആ ഫേവറബിൾ വേരിയേഷൻസ് ഉള്ള യങ് വൺസ് അവര് ഫിറ്റസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. സോ നേച്ചർ ഇസ് സെലക്ടിങ് ദാറ്റ് ഫ്രാക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽസ്. ഓക്കെ, അപ്പൊ എന്ത് സംഭവിക്കും? ആ ബെസ്റ്റ് അഡാപ്റ്റഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് അവരുടെ ആ ഫേവറബിൾ വേരിയേഷൻസ് നെക്സ്റ്റ് ജനറേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ, സോ ദാറ്റ് കണ്ടീഷൻ ഇസ് നോൺ ആസ് ഇൻഹെറിറ്റൻസ്. അങ്ങനെ എന്ത് സംഭവിക്കുന്നു? ഈ ഫേവറബിൾ വേരിയേഷൻസ് ഉള്ളത് ഗ്രാജുവലി ഒരു പുതിയ സ്പീഷീസ് ആയിട്ട് മാറുന്നു. ഇതാണ് ഡാർവിന്റെ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ. അപ്പൊ ഇത് ഒരുപാട് കാലം ആക്സെപ്റ്റ് ചെയ്തെങ്കിലും ഇതിനും ചില ഡ്രോബാക്സ് ഉണ്ടായിരുന്നു. ഡാർവിനിസത്തിന്റെ ഡ്രോബാക്സ് നമുക്ക് നോക്കാം. First one is, Darwin didn't explain how new variations arise in organism. അദ്ദേഹം പറഞ്ഞത് എൻവയോൺമെന്റിൽ ഒരു ചേഞ്ച് വരികയാണെങ്കിൽ കുറച്ച് പോപ്പുലേഷന് മാത്രം ചില വേരിയേഷൻസ് വരുമെന്ന്. പക്ഷെ അതിനുള്ള റീസൺ, ഹൗ ദാറ്റ് വേരിയേഷൻസ് അറൈസ്, അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അടുത്തതോ, he didn't know how traits are passed from parents to offspring. അതായത് അദ്ദേഹം പറഞ്ഞു the favorable traits can be inherited from parents to young ones. പക്ഷേ അദ്ദേഹത്തിന് എന്ത് മെത്തേഡ് വഴിയാണ് ഈ വേരിയേഷൻസ് യങ് വൺസിലേക്ക് പാസ് ചെയ്യുന്നതെന്ന് മനസ്സിലായില്ല. അതായത് അന്നത്തെ കാലത്ത് ജീൻസിനെ കുറിച്ചോ DNA കുറിച്ചോ ഒന്നും അറിവുണ്ടായിരുന്നില്ല. ഓക്കെ, സോ ഹി ഹാസ് നോ നോളേജ് ഓഫ് ജീൻസ്. അതുകൊണ്ട് തന്നെ വേരിയേഷൻസിന്റെ ബേസ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അടുത്തത്, ഡാർവിൻസ് തിയറി വാസ് ബേസ്ഡ് ഓൺ സ്ലോ ചേഞ്ചസ് ബട്ട് സം ചേഞ്ചസ് ഹാപ്പൻ സഡൻലി. നമുക്കറിയാം, ഡാർവിന്റെ തിയറിയിൽ അദ്ദേഹം പറയുന്ന ചേഞ്ചസ് എല്ലാം തന്നെ വളരെ സ്ലോ ആയിട്ട് നടക്കുന്നതാണ്, അല്ലെ? ഓൾ ഓൺ എ സഡൻ നടക്കുന്നതല്ല. വളരെ സ്ലോ ആയിട്ടുള്ള ഡയറക്ഷണൽ ചേഞ്ചസിനെ കുറിച്ചാണ് ഡാർവിൻ പറഞ്ഞത്. പക്ഷെ നമുക്കറിയാം, നമ്മൾ ഓർഗാനിസത്തിനെ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ there may be some changes that happens suddenly, അല്ലെ? പെട്ടെന്ന് നടക്കുന്ന ചില ചേഞ്ചസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ നോർമലി മ്യൂട്ടേഷൻസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ മ്യൂട്ടേഷൻസ്, അതുപോലെ ജീൻസ്, അതിനെക്കുറിച്ചുള്ള ഐഡിയ ഒന്നും ഡാർവിന് ഉണ്ടായിരുന്നില്ല. ദെൻ നോ റോൾ ഓഫ് ഇന്റേണൽ ഫാക്ടേഴ്സ്. അദ്ദേഹം
എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കൊണ്ടാണ് ഇവല്യൂഷൻ നടക്കുന്നതെന്ന് മാത്രമാണ് പറഞ്ഞത്. അല്ലാതെ ഇന്റേണൽ ഫാക്ടേഴ്സിന്റെ റോളിനെ കുറിച്ച് അദ്ദേഹത്തിന് അറിയില്ല. ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ, ജീൻസ് അല്ലെങ്കിൽ DNA, അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് പറ്റിയില്ല. Then he focused only on environment and struggled for survival, not on internal biological reasons. അദ്ദേഹത്തിന്റെ തിയറി പ്രകാരം നമുക്ക് മനസ്സിലായി എൻവയോൺമെന്റൽ ചേഞ്ചസ് ഓർഗാനിസത്തിൽ ചില വേരിയേഷൻസ് ഉണ്ടാക്കുന്നു. ഓക്കെ, ആ വേരിയേഷൻസ് ഫേവറബിൾ ആണെങ്കിൽ ആ ഒരു സ്ട്രഗിളിൽ അവർ വിൻ ചെയ്യുന്നു. ആ ഫേവറബിൾ ക്യാരക്ടേഴ്സ് അവരുടെ നെക്സ്റ്റ് ജനറേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അങ്ങനെ അവരൊരു പുതിയ സ്പീഷീസ് ആയിട്ട് മാറുന്നു. ഇതാണ് ഡാർവിൻ പറഞ്ഞത്. ഓക്കെ, പക്ഷേ ഈ ഓർഗാനിസത്തിന്റെ ഇന്റേണൽ ബയോളജിക്കൽ ഫാക്ടേഴ്സിനെ കുറിച്ച്, അതായത് ജീൻസ്, DNA, അവരിൽ നടക്കുന്ന മ്യൂട്ടേഷൻസ്, അതിനെക്കുറിച്ചൊന്നും തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഡാർവിന് പറ്റിയില്ല. ഇതൊക്കെയായിരുന്നു ഡാർവിനിസത്തിന്റെ ഡ്രോബാക്സ്.